ഇല്ല ഇല്ല നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഗുണ്ടൽപേട്ട ഭാഗത്താണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിട്ട് നേരെ അവിടെ പോയിട്ട് പ്രോസസ് കേരളത്തിലില്ല. പോയിന്റ് നോക്കി അപ്പൊ അത് വിരിഞ്ഞേക്കുമ്പോ ഇത്രയായിരിക്കും. സൂര്യകാന്തി അതെ അതെ തന്നെ. ഒരു മെയിനായിട്ട് ഒരു ഓഫീസ്, അതിൻ്റെ മേലെ ഈ ഓഫീസിന് മേലെ നിൽക്കുന്ന ഒരാളും ADR അസിസ്റ്റൻറ്റ് ഡയറക്ടർ പ്രൊഫസർമാരുണ്ട്. അവിടെ താഴെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ താഴെ വരുന്ന കുറച്ച് അസിസ്റ്റൻറ്റുമാരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാം ഓഫീസ്. ഞാൻ വർക്ക് ചെയ്യുന്നൊക്കെ ഫാം ഓഫീസിലാണ്. അവിടെ എനിക്ക് ഫാം സൂപ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഏറ്റവും ഒരാൾ. പിന്നെ കഴിഞ്ഞിട്ട് വരുന്ന ഫാം മാനേജർ, കഴിഞ്ഞിട്ട് ഫാം ഓഫീസർ, പിന്നെ ഞങ്ങൾ താഴെ ഫാം സൂപ്പർവൈസർമാരുണ്ട്. അപ്പോൾ ഓരോ ബ്ലോക്ക് ഇപ്പോൾ ഈ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരാൾക്ക് നമുക്ക് ഇൻചാർജായിട്ട് തന്നിട്ടില്ല. ഒരു ഫാം ഓഫീസർക്ക് വരും, കീഴിലൊരു ഫാം സൂപ്പർവൈസറുണ്ട്. ഇപ്പോൾ മൊത്തം ഇവിടെ 194 വർക്കേഴ്സ് ഉണ്ട്. പെർമനൻ്റ് ആയിട്ടും അതേപോലെ ക്യാഷ്വലായിട്ട് 194 വർക്കേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സാലറി ഞാൻ കൊടുക്കുന്ന മാസത്തിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. അവർക്ക് ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഡ്യൂട്ടി, മെഡിക്കൽ ലീവ് കാര്യങ്ങളെല്ലാം ഫണ്ടും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ജോലിക്കാരെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഫാമിൽ എന്ന് വെച്ചാൽ നമ്മൾ 5 കിലോമീറ്റർ ഫാമിന് ചുറ്റുള്ള 5 കിലോമീറ്ററുള്ള ആൾക്കാരെയാണ് ഇൻ്റർവ്യൂ വഴി ശരിക്കും വീട്ടിലുള്ളൊക്കെ നിൽക്കുന്നതാണ്. അവരെങ്ങനെ വിളിക്കും, ഞാൻ ഫാമിൽ ഇൻ്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇത്ര മണിക്കൂർ കൊണ്ട് 5 സെൻറ്റ് കളിക്കുക, അതേപോലെ മരത്തിന് കയറാനുള്ളത്, അതേപോലെ ഇങ്ങനെ കവാത്ത് എടുക്കുക, കാപ്പിക്ക് കവാത്ത് പ്രൂണിങ് എന്ന് പറയുന്ന മെത്തേഡുണ്ട്. കാപ്പിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ പ്രൂണിങ് എന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നുണ്ട്, എത്ര ഇത് ബേസിൽ എടുക്കുന്നുണ്ട്, അതൊക്കെ നോക്കിയിട്ട് അവർ എഫിഷ്യൻസി നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബ്ലോക്കിലിപ്പം ഇപ്പോൾ നമ്മൾ ചോദിച്ച പോലെ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ ഇത് ചെയ്യാന്നാൽ നമ്മൾ കട്ടിങ്സ്, അതേപോലെ ഹജ്ജ് പോലെന്ന് ഷേപ്പാക്കാൻ പറ്റും. ഒരു സവാള ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു 5 ആൾക്കാരാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ചെയ്ത ആൾക്കാർ. അവർ വന്നിട്ട് ഓരോ ഇത് ചെയ്യുന്നത് നമുക്ക് അതിനുവേണ്ടി ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്ത് ക്ലിയർ ആക്കി. ഇതിന് വിളവിൻ്റെ ആരും പറഞ്ഞില്ല. വിളവ് നമുക്ക് ഇപ്പോൾ ഉണ്ടല്ലോ, മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താവും, വെള്ളം കയറും. അപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ട് ഒരു വെയിൽ ടൈമിലാണ് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ്, വെള്ളത്തിൻ്റെ അംശം കുറയും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാം. ഇതിൻ്റെ പറയുന്നത് 45 ദിവസമാണ് സൺഫ്ലവർ ചെടി നട്ടിട്ട് നമുക്ക് വരാനുള്ള ടൈം. അത് ഫ്ലവർ ചെയ്യാനുള്ള 45. എത്രയുണ്ട് കിലോന് എങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു കാര്യം നമുക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രോസസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ ഒരു ഹൈബ്രിഡ് സാധനമാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് ഹൈബ്രിഡ് വിത്തിന്റെ പ്രത്യേകിച്ചാൽ നമുക്ക് അടുത്ത സീസണിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ക്വാളിറ്റി കുറയും. ഫസ്റ്റ് നടുന്ന എന്താണോ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഹൈബ്രിഡ് ആകുമ്പോൾ ഇത് കണ്ടില്ല, ഇത്രയും ഒരു വണ്ണുള്ള സാധനം നിങ്ങൾക്ക് വേറെ കാണില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ വിത്ത് എടുക്കാൻ പറ്റില്ല. വിത്ത് എടുത്താൽ അതിൻ്റെ ക്വാളിറ്റി കുറവും. ഇനി ഇതിപ്പോൾ ഇതിൻ്റെ വിത്ത് എടുത്ത് നമ്മൾ നട്ടുവെച്ചാൽ ഉണ്ടാവും ചെടി, പക്ഷെ എന്താ അതിൻ്റെ എല്ലാം കുറയും. ഇത് അതേപോലത്തെ സാധനങ്ങളാണ് വരും. ഇതിന്റെ വിത്ത് എങ്ങനെ ഉണ്ടാകുന്ന, പിന്നെ എങ്ങനെ അത് പ്രോസസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. ഫ്ലവർ ഉണ്ടാവും, പക്ഷെ അതിന്റെ എത്ര കരുത്തും കാര്യം കിട്ടും. അപ്പൊ നമുക്ക് ഓയിൽ, അപ്പൊ ഇതിന്റെ മെയിൻ എന്താ വെച്ചാൽ നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. 1 ലിറ്റർ ഓയിലിന് സൂര്യകാന്തി എത്ര വേണം? അതെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിയാത്താണെങ്കിൽ അറിയില്ല എന്ന് പറയും. സൺഫ്ലവറിന് കിട്ടും. സൺഫ്ലവർ 170 രൂപ കൊണ്ടതല്ല.
ഇതെന്ത് പറ ഇല്ല അല്ലേ